പുണയിലെ വിഷമദ്യ ദുരന്തത്തിന് പിന്നാലെ അനധികൃത മദ്യശാലകൾക്ക് ഒത്താശ ചെയ്തതിന് 3 പോലീസുകാർക്ക് സസ്പെൻഷൻ. അന്വേഷണം ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുത്തു. മദ്യത്തിൽ ഉയർന്ന അളവിൽ മെഥനോൾ കലർത്തിയെന്നാണ് പ്രാഥമിക നിഗമനം. വിഷമദ്യ ദുരന്തമുണ്ടായ പൂനെയിലെ ഹഡാപ്സറിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ തത്സമയം ചേരുന്നുണ്ട്. ശ്രീനാഥ്, ദാരുണമായ സംഭവം കഴിഞ്ഞ ദിവസം അവിടെ ഉണ്ടായി. അതിന് പിന്നാലെ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നയാളൊക്കെ കസ്റ്റഡി എടുത്തതുമാണ്. ഇതിലിപ്പോൾ കൂടുതൽ അന്വേഷണ നടപടികളിലേക്ക് കടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് അവിടെ പൂനെയിലെ ഹഡാപ്സറിൽ നിന്നുള്ള പുതിയ അപ്ഡേറ്റുകൾ? ശ്രീനാഥ്. പ്രജിൻ, അമൃത, ഇന്നലെ നമ്മുടെ രാജ്യം ഞെട്ടിയ ഒരു വാർത്തയായിരുന്നു പൂനെയിൽ നിന്ന് വന്നത്. 15 പേർ വിഷമദ്യ ദുരന്തത്തിൽ മരിച്ചു. അതിലേറെ പേർ ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ കിടക്കുന്നു. അവരിപ്പോഴും മരണത്തോട് മല്ലടിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഏതായാലും ഈ വിഷമദ്യ ദുരന്തത്തിന്റെ പ്രഭവ കേന്ദ്രമായി കണക്കാക്കാൻ കഴിയുന്ന ഒരിടത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഹഡാപ്സറിലാണ് ഉള്ളത്. ഹഡാപ്സറിലെ പണ്ടർമാല എന്ന ഒരു ഗ്രാമം, അതിനുള്ളിലെ ഒരു റെസിഡൻഷ്യൽ ഏരിയക്കകത്തുള്ള ഒരു അനധികൃത മദ്യശാലയാണ് ഇത്. ഇന്നലെ ഇവിടെ വലിയ സംഘർഷം നടന്നു. NCP പ്രവർത്തകർ എത്തി ഇത് അടിച്ച് തകർക്കുകയും ചെയ്തിരുന്നു. ഇവിടെ ഇരുന്ന് മദ്യപിച്ചവരാണ് ഹഡാപ്സറിൽ മരണത്തിന് കീഴടങ്ങിയത് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഹഡാപ്സറിൽ മാത്രമല്ല, പിംപ്രി ചിഞ്ച്വാദ് എന്ന മറ്റൊരു മേഖല, പൂനെയിലെ മറ്റൊരു മേഖലയിലും ഈ വിഷമദ്യ ദുരന്തം ഉണ്ടായിട്ടുണ്ട്. ഈ രണ്ടിടങ്ങളിലും മദ്യം എത്തിച്ചത് ഒരാൾ തന്നെയാണ് എന്നത് കണ്ടെത്തിയിട്ടുണ്ട്. യോഗേഷ് വാങ്കഡെ എന്നയാളാണ് മദ്യം എത്തിച്ചു നൽകിയത്. അതൊരു വലിയ സംഘമാണ്. മദ്യം ഉണ്ടാക്കുന്നത് മറ്റൊരു വ്യക്തിയാണ്. അദ്ദേഹം കൈമാറുന്നു. പിന്നീട് പലരിലേക്ക് ഈ തരത്തിൽ കൊണ്ടുചെന്ന് എത്തിക്കുന്നതാണ് ഇവരുടെ പ്രവർത്തന രീതി. ഇതുവരെ 8 പേരെ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത് ഈ അടിച്ചു തകർത്തിട്ടിരിക്കുന്ന ഈ അനധികൃത മദ്യശാലയാണ്. ഇങ്ങനെ മദ്യശാലകൾ പ്രവർത്തിക്കുന്ന വിവരം പോലീസിന് നേരത്തെ അറിയാത്തതൊന്നും അല്ല. അവർക്ക് അറിഞ്ഞുകൊണ്ട് അതിന് ഒത്താശ ചെയ്തു എന്നതാണ് ഹഡാപ്സറിലെ ചില പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ കണ്ടെത്തി. അങ്ങനെയാണ് ഹഡാപ്സർ പോലീസ് സ്റ്റേഷനിലെ 3 ഉദ്യോഗസ്ഥരെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അനധികൃത മദ്യശാലകൾക്ക് ഇങ്ങനെ പ്രവർത്തിക്കാൻ അനുമതി നൽകിയത് അല്ലെങ്കിൽ അതിനനുവദിച്ചതിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിട്ടുള്ളത്. ഒരുപക്ഷെ കൂടുതൽ പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിംപ്രി ചിഞ്ച്വാദിലും സമാനമായ നടപടിക്ക് സാധ്യതയുണ്ട്. ഇപ്പോൾ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് CID ആണ് അന്വേഷണം നടത്തുന്നത്. അത് വിപുലമായ ഒരു അന്വേഷണം നടക്കും എന്നത് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സംസ്ഥാനത്താകെയുള്ള അനധികൃത മദ്യശാലകൾക്കെതിരെയൊക്കെ തന്നെ ഒരു നടപടി ഈ ഒരു ദുരന്തം വഴിവെക്കും എന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതുവരെ 8 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ പേരുടെ അറസ്റ്റ് ഉണ്ടാകുമെന്ന്, ഇതിലൊരു വിട്ടുവീഴ്ചയും ഈ അന്വേഷണത്തിൽ ഒരു തരത്തിലും ഉണ്ടാകില്ല എന്നത് മുഖ്യമന്ത്രി തന്നെ പറയുന്നുണ്ട്. അതേസമയം പ്രതിപക്ഷം രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇത് സർക്കാരിന്റെ വീഴ്ച തന്നെയാണ്. ഇതൊന്നും ആർക്കും അറിയാതെ ഒളിച്ചു നിന്ന് നടത്തുന്ന ഒരു പ്രവൃത്തിയൊന്നും അല്ല സംസ്ഥാനത്ത് എന്നതാണ് യാഥാർത്ഥ്യം എന്നതാണ് രോഹിത് പവാർ അടക്കമുള്ളവർ, NCP നേതാവ് അടക്കമുള്ളവർ, ശരത് പവാർ വിഭാഗത്തിലെ നേതാവ് അടക്കമുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് സർക്കാർ തന്നെ കണ്ണടച്ച് നിന്നതുകൊണ്ട് വന്ന വലിയ ദുരന്തം എന്നതാണ് പ്രതിപക്ഷം ഉയർത്തുന്ന ആരോപണം. ഒപ്പം മെഥനോളാണ് ഈ മരണത്തിന് കാരണമായിരിക്കുന്നത് എന്നതിൽ ഏതാണ്ടൊരു നിഗമനം ഇപ്പോഴും ഉണ്ടാവുന്നുണ്ട്. അതിന്റെ അന്തിമമായ ഫലം വരേണ്ടതുണ്ടെങ്കിലും പോലീസ് ഇപ്പോൾ പ്രാഥമികമായി അത് തന്നെയാണ്, അതിന് ശാസ്ത്രീയമായി തെളിയിക്കാൻ അതിന്റെ റിപ്പോർട്ട് നമ്മൾ കാക്കണമെങ്കിലും അത് തന്നെയാണ് എന്ന കാര്യത്തിൽ പോലീസ് ഇപ്പോൾ ഉറപ്പിക്കുന്നുണ്ട്. ഉയർന്ന അളവിൽ വലിയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി, കൊള്ള ലാഭം ഉണ്ടാക്കാൻ വേണ്ടി, മദ്യത്തിന്റെ അളവ് കൂട്ടാൻ വേണ്ടി മദ്യത്തിൽ മെഥനോൾ കലർത്തി വിറ്റതാണ് ഈ ഒരു വലിയ ദുരന്തത്തിലേക്ക് നയിച്ചത്. അത് മുൻപും പലവട്ടം ചെയ്തിട്ടുണ്ട്. പലവട്ടം തലനാരിഴയ്ക്ക് വലിയ ദുരന്തം ഒഴിവായി പോയതായിരിക്കും. പക്ഷേ ഇത്തവണ അത് വലിയ ദുരന്തമായി മാറുന്നു. ഇപ്പോഴും ചികിത്സയിലുള്ളവർക്ക് പലർക്കും കാഴ്ച ഇല്ല എന്നതടക്കമുള്ള അവർക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ അവരുടെ മുൻപോട്ടുള്ള ജീവിതത്തിൽ, ഇനിയിപ്പോൾ ജീവിതത്തിലേക്ക് മടങ്ങി എത്തിയാലും അവർക്ക് മുൻപോട്ട് ഉണ്ടാകും എന്നതാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അങ്ങനെ അതീവ ഗുരുതരമായ ഒരു സാഹചര്യം പൂന എന്ന മഹാരാഷ്ട്രയിലെ പ്രധാനപ്പെട്ട നഗര മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. പ്രജിൻ, അമൃത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.